ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഫോൺ, ഇന്റർനെറ്റ്, TV ഇതൊക്കെ ആരോ എടുത്തു മാറ്റുന്നു. നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് രാജ്യം ഭരിക്കുന്ന ഒരു സ്വേച്ഛാധിപതി തീരുമാനിക്കുന്നു. അതിനെതിരെ ഒരു വാക്ക് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചാൽ മരണം മാത്രമാണ് ശിക്ഷ. അങ്ങനെയൊരു നരകത്തിലാണ് കിമ്മിൽ ഹ്യോക്കും കിമ്മി ഹ്യോക്കും എന്ന 2 സഹോദരന്മാരും അവരുടെ കുടുംബവും ജീവിച്ചിരുന്നത്. പക്ഷേ ഒടുവിൽ അവരാ നരകത്തിന്റെ മതിൽക്കെട്ടുകൾ തകർക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷേ മരണത്തിലേക്ക് മാത്രമായിരുന്നേക്കാവുന്ന ഒരു യാത്ര. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ക്രൂരമായ നിയമങ്ങളുള്ള രാജ്യമാണ് ഉത്തര കൊറിയ. അവിടെ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും ആ ഭരണകൂടത്തിന്റെ അടിമകളാണ്. പുറം ലോകം എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കിം ഇൽ ഹ്യോക്കിന്റെ ഭാര്യ ഗർഭിണിയാകുന്നത്. തന്റെ കുഞ്ഞെങ്കിലും ഈ തടവറയിൽ വളരരുത്, അവന് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കണം എന്ന് ആ അച്ഛനും അമ്മയും ഉറപ്പിച്ചു. പക്ഷേ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടവർ 1 ദിവസമോ 2 ദിവസമോ അല്ല, നീണ്ട 10 വർഷമാണ് ഇതിനായി ആസൂത്രണം ചെയ്തത്. അതെ, ഒരു 10 പതിറ്റാണ്ട് കാലത്തെ അതിരൂക്ഷമായ കാത്തിരിപ്പും തയ്യാറെടുപ്പും. രക്ഷപ്പെടണമെങ്കിൽ കടൽമാർഗം മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഇതിനായി ഇളയ സഹോദരനായ കിം ഇ ഹ്യോക്ക് വർഷങ്ങളോളം മീൻപിടുത്തക്കാരുടെ കൂടെ കൂടി. അവൻ കടലിന്റെ ഭാവങ്ങൾ പഠിച്ചു. എങ്ങനെയൊരു ബോട്ട് ഓടിക്കാം, എങ്ങനെ അത് കേടുപാടുകൾ തീർക്കാമെന്ന് രഹസ്യമായി മനസ്സിലാക്കി. ഒടുവിൽ സ്വന്തമായി ഒരു ചെറിയ മീൻപിടുത്ത ബോട്ട് അവൻ ഒപ്പിച്ചു. കൊടും തണുപ്പിലും പട്ടിണിയിലും അവർ അതിർത്തിയിലെ കോസ്റ്റ് ഗാർഡിന്റെ പെട്രോളിംഗ് സമയങ്ങൾ കൃത്യമായി ഡയറിയിൽ കുറിച്ചുവെച്ചു. എപ്പോൾ പോയാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിക്കാമെന്ന് അവർ മനഃപ്പാഠമാക്കി. പിടിക്കപ്പെട്ടാൽ ആ നിമിഷം വെടിയേറ്റു വീഴുമെന്നറിഞ്ഞിട്ടും അവർ പിന്മാറിയില്ല. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നു. 2023 മെയ് മാസം 6-ാം തീയതി. പുറത്ത് കടുത്ത മഴയും കാറ്റും വന്യമായ അന്ധകാരവും നിറഞ്ഞ രാത്രി. ഇതാണ് തങ്ങൾ കാത്തിരുന്ന സുരക്ഷിതമായ സമയമെന്ന് അവർ തിരിച്ചറിഞ്ഞു. കിമിൽ ഹ്യോക്കിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ, മറ്റു ബന്ധുക്കൾ, ഒപ്പം ചെറിയ കുട്ടികളും. ആലോചിച്ചു നോക്കൂ, ആ ചെറിയ കുഞ്ഞുങ്ങൾ പേടിച്ച് കരഞ്ഞാൽ ആ നിമിഷം കാവൽക്കാരുടെ തോക്കുകൾ അവർക്ക് നേരെ തിരിയും. ആ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ജീവനറ്റ വസ്തുക്കളെ പോലെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ ചാക്കുകളിലാക്കി ബോട്ടിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു. ശ്വാസം